ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളനുസരിച്ച് അവൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ, അനുഗ്രഹങ്ങൾ ഈ ഭൂമിയിൽ നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളൊക്കെയും അളവില്ലാതെ ആസ്വദിക്കുന്നവരാണ് നാം ഓരോരുത്തരും. അത് അല്ലാഹു നമുക്ക് നൽകിയതാണ്. മനുഷ്യരായ നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ പ്രാപ്തി കൊണ്ടോ നമ്മൾ നേടിയെടുത്ത ഒന്നല്ല. അത് പലപ്പോഴും പല സാഹചര്യത്തിലായി നമുക്ക് മനസ്സിലായതുമാണ്. അഥവാ മനുഷ്യൻ നിസാരനാണ്, ബലഹീനനാണ്. മനുഷ്യൻ്റെ നിസാരതയും ബലഹീനതയും നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിൽ പല ഇടങ്ങളിലായിക്കൊണ്ട് പല രീതിയിൽ നാം ഓരോരുത്തരും മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഈ ലോകത്തെ, നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിട്ടുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന് നമുക്ക് ബോധ്യമാണ്. ആയതിനാൽ തന്നെ അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുക, അവനെ വഴിപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഇഹപര വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാനുള്ള തൗഫീഖ് നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നിന്നും വന്നുപോയിട്ടുള്ള വീഴ്ചകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരട്ടെ. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സഫലീകരിച്ച് നൽകട്ടെ. നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അല്ലാഹു മാറ്റിത്തരട്ടെ. നമ്മളിൽ രോഗികളായി കഴിയുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആജിലായ മുസ്തമിറായ ശിഫാഅ് പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങൾ അല്ലാഹു സ്വർഗീയാരാമങ്ങളാക്കി തീർക്കുമാറാകട്ടെ. മഗ്ഫിറത്തും മർഹമത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ഒരുപാട് ആൾക്കാർ, ഒരു പിതാവ് തൻ്റെ മകന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കി കൊടുക്കട്ടെ. സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം നമുക്കും അവർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആഖിബത്ത് നന്നായി മരിക്കുന്ന സജ്ജനങ്ങളിൽ, സാലിഹ്യങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിമീങ്ങൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു മുസ്ലിം ഉമ്മത്തിനെ ഇസ്സത്ത് പ്രദാനം ചെയ്യട്ടെ. ആഖിബത്ത് നന്നായി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്ത് മനുഷ്യർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹിദായത്താണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അല്ലാഹുവിനെ അറിഞ്ഞ് അവനെ മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ അടിമകളായി ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം, ഏറ്റവും മഹത്തായ അനുഗ്രഹം. ആ ഒരു ഹിദായത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിച്ചു. അതോടൊപ്പം തന്നെ അള്ളാഹുവിനെ അറിയുവാൻ, അവനെ മനസ്സിലാക്കുവാൻ, അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുവാൻ പടച്ചവൻ നമുക്കൊരു പ്രവാചകനെ നിയോഗിച്ചു തരികയും ചെയ്തു. ആദരവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹമാണ്, ലോകത്തിനുള്ള കരുണയാണ്. തങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു മാസം കൂടിയാണിത്. നബി തങ്ങളുടെ ജനനത്തിനും മരണത്തിനും ഒരുപോലെ, തങ്ങളുടെ വഫാത്തിനും ഒരുപോലെ സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു മാസമാണ് റബീഉൽ അവ്വൽ എന്ന് പറയുന്നത്. റബീ എന്നാൽ അറബിയിൽ വസന്തം എന്നാണ് അർത്ഥം. ഈ ഭൂമിയിൽ വസന്തത്തിനുള്ള പ്രാധാന്യം എത്രത്തോളം വലുതാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. മനുഷ്യൻ ആഗ്രഹിക്കുന്ന, മനുഷ്യൻ ആസ്വദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസ്ഥാവിശേഷമാണ് വസന്തം എന്നുള്ളത്. പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന, ഫലങ്ങൾ കാഴ്ച നിൽക്കുന്ന, ഭൂമി അതിൻ്റെ പൂർണ്ണ സൗന്ദര്യത്തിൽ എത്തി നിൽക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ വസന്തം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിശ്വാസികളായ മനുഷ്യരായ നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ വസന്തമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിച്ച ജീവിതമാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത്. ആ തങ്ങളുടെ ജീവിതം അത് നമുക്ക് മാതൃകയാണ്.
അള്ളാഹുവിനെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് നമുക്ക് ജീവിച്ച് കാണിച്ചു തന്ന പ്രവാചകനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അള്ളാഹുവിനെ കുറിച്ച് അറിയുവാനും ദീനിനെ കുറിച്ച് മനസ്സിലാക്കുവാനും ഖുർആനും നമുക്ക് ലഭിക്കുമായിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നല്ല അനുയായികളായി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കണം. നമ്മളെക്കാളും കൂടുതൽ നമ്മൾ സ്നേഹിക്കേണ്ടത്, നമ്മളെക്കാളും കൂടുതൽ നമ്മൾ പഠിക്കേണ്ടത്, അറിയേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചായിരിക്കണം. ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമുക്കെവർക്കും സുപരിചിതമായിട്ടുള്ള ഹദീസാണ്. തങ്ങളോടൊപ്പം തങ്ങളുടെ കൈപിടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. നടത്തത്തിനിടയിൽ നബി തങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം ഉമർ തങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. നബിയെ, എന്നെ കഴിച്ചാൽ എനിക്ക് എന്നോടൊരു സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെയുണ്ട്. എന്നെ കഴിച്ചാൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, പ്രിയപ്പെടുന്നത് അങ്ങേയാണ് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉമറേ, പൂർത്തിയായിട്ടില്ല. നബി തങ്ങൾ ഉണർത്തി, നിന്നേക്കാളും സ്വന്തത്തെക്കാളും എന്നെ പ്രിയം വെക്കുന്നത് വരെ വിശ്വാസം പൂർത്തിയാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരുത്തി കൊടുത്തു. നമ്മളെക്കാളും നബി തങ്ങളെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. ആ സ്നേഹം സഹാബാക്കളിൽ നമുക്ക് നിഴലിച്ച് നിന്നതായി കാണാൻ വേണ്ടിയിട്ട് കഴിയും. വിശുദ്ധ ഖുർആൻ അതാണ് നമ്മളോട് പറയുന്നത്. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും وأولو الأرحام بعضهم أولى ببعض في كتاب الله من المؤمنين والمهاجرين إلا أن تفعلوا إلى أوليائكم معروفا كان ذلك في الكتاب مسطورا النبي أولى بالمؤمنين من أنفسهم. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം നബി തങ്ങൾ അവർക്ക് അവരെക്കാളും പ്രിയപ്പെട്ടവരായിരിക്കണം. അസ്വാജുഹും ഉമ്മഹാത്തുഹും, തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിമാർ, ഭാര്യമാർ നിങ്ങളുടെ ഉമ്മമാരായിരിക്കണം എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. നബി തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെക്കാളും നമ്മൾ സ്നേഹിക്കേണ്ട, ഇഷ്ടപ്പെടേണ്ട, ആദരിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹവും തങ്ങളിലുള്ള വിശ്വാസവും ഈമാനിന്റെ ഭാഗമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒരാൾ വിശ്വാസിയാവണമെങ്കിൽ, അള്ളാഹുവിന്റെ പൂർണ്ണ അടിമയായി തീരണമെങ്കിൽ പ്രധാനപ്പെട്ട 2 ഘടകങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്, മറ്റൊന്ന് മുഹമ്മദുർ റസൂലുള്ളാഹയാണ്. അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കണം. ആരാധ്യനായി, ദൈവമായിക്കൊണ്ട്, ഇലാഹായിക്കൊണ്ട് അള്ളാഹുവിനെ മാത്രമേ അംഗീകരിക്കാൻ വേണ്ടി പാടുള്ളൂ. അള്ളാഹുവിനോടുള്ള ബഹുമാനവും സ്നേഹവും ഇബാദത്തും മറ്റൊരാൾക്ക് വകവെച്ചു കൊടുക്കാൻ വേണ്ടി പാടില്ല. ഏകദൈവ വിശ്വാസത്തിൽ അടിയുറച്ച, തൗഹീദിൽ അടിയുറച്ചിട്ടുള്ള ഒരു ഈമാൻ നമ്മുടെ മനസ്സിലുണ്ടാകണം. രണ്ടാമത്തേതും വളരെ പ്രധാനപ്പെട്ടതാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ രൂഢമൂലമായിരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമുക്ക് ബാധ്യതയുണ്ട്. അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നമ്മൾ നിറവേറ്റാറുണ്ട്. 5 വഖ്ത് നമ്മൾ നമസ്കരിക്കാറുണ്ട്. അള്ളാഹു നമ്മളോട് കൽപ്പിച്ച നിർബന്ധമായിട്ടുള്ള ബാധ്യതകൾ കൃത്യമായി പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാറുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബാധ്യതകൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചുള്ള തിരിച്ചറിവ് പലപ്പോഴും നമുക്കില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള പഠനം പലപ്പോഴും നമ്മൾ നടത്താറില്ല എന്നുള്ളതാണ്. പണ്ഡിതന്മാരെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, ഒരു വിശ്വാസിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പ്രധാനപ്പെട്ട ബാധ്യതകൾ 7 എണ്ണമാണ്. സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടർന്നു. ആ സഹാബാക്കളുടെ ജീവിതം മുൻനിർത്തിക്കൊണ്ട് പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെക്കുകയാണ്, ഒരു വിശ്വാസിക്ക് മുഹമ്മദ് നബിയോടുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രധാനപ്പെട്ട ബാധ്യതകൾ 7 എണ്ണമാണ് എന്ന് പറഞ്ഞു തരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇൽമുൽ മഗാസി വസ്സിറ. പണ്ഡിതന്മാർ എണ്ണുന്നത് ആദ്യത്തേത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അറിയുക എന്നുള്ളതാണ്. നബി തങ്ങളുടെ സീറത്ത് പഠിക്കുക എന്നുള്ളതാണ്. നബി തങ്ങളുടെ ചരിത്രം അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം.
ആ വിഷയത്തിൽ നമ്മൾ ഓരോരുത്തരും എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ച് വളരെ ഗൗരവകരമായിട്ട് നാം ഓരോരുത്തരും ചിന്തിക്കുക. നബി തങ്ങളെ കുറിച്ച് നമുക്ക് എന്തറിയാം? തങ്ങളുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ എന്താണ് പഠിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെ ജനിച്ചു, എവിടെ മരണപ്പെട്ടു എന്ന് നമുക്കറിയാം. എന്നാൽ ആ ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയിലുള്ള വർഷങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയുക നാം ഓരോരുത്തരുടെയും ബാധ്യതയാണ്, കടമയാണ്. ആ ബാധ്യതയും കടമയും നിറവേറ്റുന്നതിൽ എന്ത് ശ്രമങ്ങളാണ് നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്ന് വളരെ ഗൗരവകരമായിട്ട് നാം ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബി അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, അദ്ദേഹത്തിന്റെ മകൻ റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കുന്നാ നഅലമുൽ മഗാസി കമാ നഅലമു സൂറത മിനൽ ഖുർആൻ. ഖുർആനിൽ നിന്നുള്ള ഒരു സൂറത്ത് പഠിക്കുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതവും ചരിത്രവും നമ്മൾ പഠിക്കാറുണ്ടായിരുന്നു. പരിശുദ്ധ ഖുർആനിന്റെ പാരായണം പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങളുണ്ടല്ലോ, ആ ശ്രമങ്ങൾ പോലെ തന്നെ എപ്രകാരമാണോ ഖുർആനിന്റെ ആയത്തുകൾ നമ്മൾ പഠിക്കുന്നത്, എപ്രകാരമാണോ പരിശുദ്ധ ഖുർആനിനെ കുറിച്ചുള്ള പഠനം നമ്മൾ നടത്തുന്നത്, അതേ ഗൗരവത്തോടുകൂടി പ്രാധാന്യത്തോടുകൂടി നിബിതങ്ങളുടെ ജീവിതത്തെ കുറിച്ച് പഠിക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ മക്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു എന്നാണ്. മുഹമ്മദ് ബിൻ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പ്രസിദ്ധനായ സഹാബിയാണ്. അദ്ദേഹത്തിന്റെ മകൻ മുഹമ്മദ് റളിയല്ലാഹു അൻഹു മുഹമ്മദ് പറയുന്നുണ്ട്, കാന അബി യുഅല്ലിമുനാ മഗാസി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസറായ. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സീറത്തിനെ കുറിച്ച്, തങ്ങളുടെ ജീവിതത്തെ കുറിച്ച്, തങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ പിതാവ് ഞങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയും, യാ ബനി അല്ലെങ്കിൽ യാ ബുനയ്യ ഹാദിഹി മആസിറു ആബായിക്കും ഫലാ തുദയ്യിഉഹാ. അവസാനം തങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞതിന് ശേഷം ഞങ്ങളുടെ പിതാവ് ഞങ്ങളോട് പറയാറുണ്ടായിരുന്നു, യാ ബുനയ്യ മക്കളെ, നിങ്ങൾ അറിയണം, ഹാദിഹി മആസിറു ആബായിക്കും, നിങ്ങളുടെ പിതാക്കൾക്ക് നിങ്ങൾക്ക് നൽകാനുള്ള ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കൾക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും മഹത്തായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള സമ്പത്തിത ഈ പ്രവാചകന്റെ ജീവിത ചരിത്രമാണ്. ഫലാ തുദയ്യിഉഹാ, അത് നിങ്ങൾ പാഴാക്കി കളയരുത്, നിങ്ങളുടെ ജീവിതത്തിൽ അത് മുറുകെ പിടിച്ചോളണമെന്ന് മരണത്തിന്റെ സമയത്ത് ഞങ്ങളോട് ഞങ്ങളുടെ പിതാവ് വസിയത്ത് ചെയ്യാറുണ്ടായിരുന്നു എന്ന് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഓരോ സഹാബാക്കളുടെയും മക്കൾക്ക് അവരുടെ പിതാക്കന്മാരെ കുറിച്ച് പറയാനുള്ളത് ഈ ഒരു കാര്യമായിരിക്കും. മക്കൾക്ക് വേണ്ടി പിതാക്കന്മാർ എന്ത് നേടിക്കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേടിക്കൊടുത്തതിൽ, പകർന്നു കൊടുത്തതിൽ, അനന്തരമായി നൽകിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ആ ജീവിതത്തിലാണ് ദുനിയാവിനെയും ആഖിറത്തിനെയും വിജയം കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കുക. മക്കൾക്ക് ഒരു മാതാവിനെ അല്ലെങ്കിൽ ഒരു പിതാവിന് നൽകാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിതത്തിൽ നമ്മൾ പലതും കൊടുക്കുന്നുണ്ടല്ലോ. നമ്മൾ കഷ്ടപ്പെടുന്നതും നമ്മൾ അധ്വാനിക്കുന്നതും രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ പകലന്തിയോളം പണിയെടുക്കുന്നതും നമ്മുടെ മക്കളുടെ ജീവിതം സുരക്ഷിതമാകാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. എന്നാൽ നമ്മുടെ മക്കളുടെ ദുനിയാവ് നമ്മൾ സുരക്ഷിതമാക്കുന്നത് പോലെ തന്നെ ആഖിറവും സുരക്ഷിതമാക്കണമല്ലോ. അവരെ നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കഴിയണമല്ലോ. നമ്മുടെ മക്കൾ പട്ടിണി കിടക്കരുത്, നമ്മുടെ മക്കൾ പ്രയാസപ്പെടരുത്, നമ്മുടെ മക്കള് ജീവിതത്തിൽ ബുദ്ധിമുട്ടരുത്, ഭാവിയിൽ യാതൊരു തരത്തിലുള്ള കുഴപ്പവും അവർക്ക് ഉണ്ടാവരുത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ സ്വയം ഉരുകിത്തീർന്നുകൊണ്ട് നാട്ടിലായാലും വിദേശത്തായാലും മാതാപിതാക്കളെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ. ആ കഷ്ടപ്പാടിന്റെ ഒരംശമെങ്കിലും നമ്മുടെ മക്കളുടെ ആഖിറത്തിലെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുന്നുണ്ടോ എന്ന് വളരെ ഗൗരവത്തോടു കൂടി നാം ഓരോരുത്തരും ആലോചിക്കേണ്ട, ചിന്തിക്കേണ്ട ഒരു സമയമാണിത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് എന്താണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തത്? ബദർ യുദ്ധത്തിന്റെ സമയത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ശത്രുക്കളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് രണ്ട് കുട്ടികൾ, അവർക്ക് 10 വയസ്സ് മാത്രമേ ഉണ്ടാകൂ എന്നാണ് നോട്ടത്തിൽ കൂടി എനിക്ക് മനസ്സിലാവുന്നത്. രണ്ട് ചെറിയ കുട്ടികൾ എൻ്റെ അടുക്കൽ വന്നു. ഞാൻ അവരെ നോക്കി, അവരെന്നെ തോണ്ടിക്കൊണ്ട് എന്നോട് ചോദിച്ചു, അല്ല, ആരാണ് ഈ അബൂജഹൽ? അബൂജഹലിനെ നിങ്ങളൊന്ന് കാണിച്ചു തരണം. ഞാൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾക്ക് അബൂജഹലിനെ? ആ രണ്ട് കുട്ടികൾ പറയാണ്, ഞങ്ങൾക്ക് അബൂജഹലിനെ കൊല്ലണം.
അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അതിന് നിങ്ങൾക്ക് അബൂജഹലിനെ കുറിച്ച് എന്തറിയാം? ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പ്രവാചകനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട നബിയെ മക്കയിൽ വെച്ച് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തിയത്, ബുദ്ധിമുട്ടിച്ചത്, അവിടുത്തെ സഹാബാക്കളെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചതിൽ പ്രമുഖനാണ് അബൂജഹൽ എന്ന് ഞങ്ങൾക്കറിയാം. ആ അബൂജഹലിനെ ഞങ്ങൾക്ക് വധിക്കണമെന്ന് കുട്ടികൾ പറയാണ്. അന്നത്തെ കാലഘട്ടത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ബദർ നടക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ ചെയ്തു വന്ന് 2 വർഷത്തിനുള്ളിലാണ്. ഹിജ്റ 2-ാം വർഷമാണ് ബദർ നടക്കുന്നത്. പക്ഷേ അപ്പോഴേക്കും ആ കുട്ടികൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരായിരുന്നു എന്ന് കൃത്യമായിട്ട് അറിയാം. തങ്ങളുടെ ജീവിതത്തിൽ തങ്ങളെ പ്രയാസപ്പെടുത്തിയത് ആരൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് അറിയാം. മക്കയിൽ നബി തങ്ങൾ അനുഭവിച്ചിട്ടുള്ള പീഡനങ്ങളുടെ കഥകൾ അവർക്കറിയാം. ഇസ്ലാമിനെ വളർത്താൻ വേണ്ടിയിട്ട് തങ്ങൾ അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആ കുട്ടികൾക്കറിയാം. കാരണം അവിടെ ഉണ്ടായിരുന്ന മാതാപിതാക്കൾ, അവിടെ ഉണ്ടായിരുന്ന സഹാബാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ സീറത്ത് പഠിപ്പിച്ചു കൊടുത്തിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഒന്ന് നമ്മൾ ഇരുന്ന് ആലോചിച്ചു നോക്കുക. നബിതങ്ങളെ കുറിച്ച് നമുക്ക് എന്തറിയാം? നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്താണ് പഠിപ്പിച്ചു കൊടുത്തത്? നമ്മുടെ മക്കളെ നമ്മുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്ന് അടുത്തേക്ക് വിളിച്ചെന്ന് ചോദിക്കുക, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച വർഷം ഏതാണ്? നബിതങ്ങൾ ജനിച്ച മാസം ഏതാണ്? തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളുടെ പേരുകൾ ഏതൊക്കെയാണ് എന്ന് എണ്ണി പറയാൻ വേണ്ടിയിട്ട് പറയുക. തങ്ങളുടെ ഭാര്യമാരാരൊക്കെയായിരുന്നു എന്നൊന്ന് ചോദിക്കാൻ വേണ്ടി പറയുക. 10 സഹാബാക്കളുടെ പേരുകൾ പൂർണ്ണമായിട്ട് നമ്മുടെ മക്കൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ചോദിച്ചു നോക്കുക. അതിനുശേഷം നമ്മുടെ മക്കളെ എടുത്ത് വിളിച്ചുകൊണ്ട് വീണ്ടും നമ്മൾ ചോദിക്കുക, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള കായിക ടീം ഏതാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള സ്പോർട്സ് ടീം ഏതാണ് എന്ന് ചോദിക്കുക. ആ ടീമിൽ ഒരു 10 പേരെ പറയാൻ വേണ്ടി പറയുക. നമ്മുടെ മക്കൾ ഏതിനാണ് കൃത്യമായിട്ട് ശരിയുത്തരം പറയുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഒരു പക്ഷേ നമ്മുടെ മക്കൾ 2ാമത്തെ ചോദ്യത്തിന് വളരെ കൃത്യമായിട്ട് ഉത്തരം പറയും. ആരൊക്കെയാണ്, ഏതൊക്കെ ടീമിലാണ്, ഏത് പൊസിഷനിലാണ് അവർ കളിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ മക്കൾക്ക് നമ്മുടെ മുന്നിൽ പറഞ്ഞു തരാൻ വേണ്ടി കഴിയും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്ര ആൺമക്കൾ ഉണ്ടായിരുന്നു? തങ്ങൾക്ക് എത്ര പെൺമക്കൾ ഉണ്ടായിരുന്നു? തങ്ങളുടെ ഭാര്യമാർ ആരൊക്കെയായിരുന്നു? തങ്ങളോടൊപ്പം സഹവസിച്ച പ്രധാനപ്പെട്ട സഹാബാക്കൾ ആരായിരുന്നു? ആ സഹാബാക്കളുടെ മക്കൾ ആരായിരുന്നു? അവർക്ക് തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന റോളുകൾ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് ഉത്തരം പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷിക്കാം. അൽഹംദുലില്ലാഹ്, നമ്മുടെ മക്കൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച്, അവരുടെ വിശ്വാസത്തിന്റെ ഭാഗത്തെ കുറിച്ച് കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ല എങ്കിൽ നമ്മുടെ മക്കൾക്ക് നമ്മൾ വിശ്വാസം പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. നമ്മുടെ മക്കളുടെ വിശ്വാസം പൂർണ്ണമായി തീരാനുള്ള കാര്യങ്ങൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. അതിന് നമ്മളും കുറ്റവാളികളായി തീരും. അല്ലാഹുവിന്റെ മുന്നിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. മക്കളുടെ കാര്യങ്ങൾ വിടുക. ഈ സദസ്സിൽ വെച്ച് നമ്മൾ ഓരോരുത്തരും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ചിന്തിച്ചു നോക്കുക. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരണം നമ്മളിൽ ആർക്കൊക്കെ ഉണ്ട്? ആർക്കൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ കുറിച്ച് അറിയാം? നമുക്കറിയാവുന്ന ഒരു 10-20 സഹാബാക്കളെ കുറിച്ച് നമ്മൾ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെയുള്ള ഒരു പഠനത്തിന് വേണ്ടി പ്രത്യേകം നമ്മൾ തയ്യാറായിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സമയം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടോ? നമ്മൾക്ക് തിരക്കുകളുണ്ട്, നമ്മൾ കൃത്യമായിട്ട് പള്ളിയിൽ വരാറുണ്ട്, ഖുതുബയിൽ പങ്കെടുക്കാറുണ്ട്, ഖുതുബകൾ കേൾക്കാറുണ്ട്. അതൊക്കെ നമുക്ക് നിർബന്ധമായിട്ടുള്ള ബാധ്യതയാണ്. അതേപോലെ ഒരു സമയം ജീവിതത്തിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചോ തങ്ങളുടെ ചരിത്രത്തെ കുറിച്ചോ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴെങ്കിലും തയ്യാറായിട്ടുണ്ടോ? അങ്ങനെ തയ്യാറായിട്ടില്ല എങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹി എന്നുള്ള നമ്മുടെ കലിമത്തുൽ തൗഹീദിന്റെ പ്രധാനപ്പെട്ട ഭാഗം പൂർത്തിയാക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബാധ്യതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം നമ്മൾ അറിയുക എന്നുള്ളതാണ്. ഒരു പണ്ഡിതൻ പറഞ്ഞു വെക്കുന്നുണ്ട്, എല്ലാ വിശ്വാസികളുടെയും വീട്ടിൽ നബി തങ്ങളെ കുറിച്ചുള്ള നിബിധങ്ങളുടെ ചരിത്രം അടങ്ങിയിട്ടുള്ള ഒരു ഗ്രന്ഥം നിർബന്ധമാണ്. പരിശുദ്ധ ഖുർആൻ ഓരോരുത്തരുടെയും വീട്ടിൽ കാണുമല്ലോ. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തെ കുറിച്ച് പറയുന്ന, നിബിധങ്ങളുടെ ജീവിതത്തെ കുറിച്ച് പറയുന്ന ആ ഒരു ഗ്രന്ഥം നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം. തങ്ങളുടെ ഹദീസുകൾ പരിചയപ്പെടുത്തി തരുന്ന, തങ്ങളുടെ ഹദീസുകൾ പഠിപ്പിച്ചു തരുന്ന ഒരു ഗ്രന്ഥം നമ്മുടെ വീട്ടിൽ ഉണ്ടാകണം. വീട്ടുകാരോടൊപ്പം ആ വീട്ടിന്റെ കുടുംബനാഥൻ ആ ഗ്രന്ഥം വായിക്കാൻ വേണ്ടിയിട്ട് സമയം
സമയം കണ്ടെത്തണം. വീട്ടിലെ കുട്ടികൾ ഒരുമിച്ച് കൂട്ടണം, ഭാര്യ ഒരുമിച്ച് കൂട്ടണം. ഒരുമിച്ച് കൂട്ടിയിരുന്നു കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവചരിത്രത്തെക്കുറിച്ചുള്ള സീറത്തുൻ നബവിയെക്കുറിച്ചുള്ള ഗ്രന്ഥം നമ്മൾ വായിച്ചു തുടങ്ങണം. നിബിധങ്ങളെ നമ്മൾ പരിചയപ്പെടുത്തി തുടങ്ങണം, അറിഞ്ഞു തുടങ്ങണം. അതിനുള്ളൊരു സാഹചര്യം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. എന്തിനൊക്കെ വേണ്ടി നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരുമിച്ച് കൂടാറുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ മക്കളെ നമ്മൾ ഒരുമിച്ച് കൂട്ടാറുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കുടുംബത്തെ നമ്മൾ ഒരുമിച്ച് കൂട്ടാറുണ്ട്. എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചും ദീനിനെ കുറിച്ചും പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു താലീമ് നമ്മുടെ വീട്ടിൽ നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയുന്നില്ല? അങ്ങനെ കഴിയുന്നില്ല എങ്കിൽ നമ്മളുടെ വിശ്വാസത്തിന്റെ ദൗർബല്യം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സീറത്തിനെ കുറിച്ച്, നബി തങ്ങളുടെ ജീവിതത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. കാരണം അള്ളാഹുവിന്റെ ഏറ്റവും നല്ലൊരു അടിമയായി തീരാൻ വേണ്ടിയിട്ട് തങ്ങളുടെ ജീവിതം അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾ ഏത് മേഖലയിലാണെങ്കിലും ആ മേഖലയിൽ മികച്ചു നിൽക്കാൻ, അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് റഫറൻസ് ആയി ഉപയോഗിക്കാമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ശ്രമിക്കുന്നത്. ഖുർആൻ അനുസരിച്ച് എങ്ങനെയാണ് ജീവിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചതുപോലെ ജീവിക്കുക. കാരണം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ടല്ലോ, എന്തായിരുന്നു നിബിധങ്ങൾ? നിബിധങ്ങൾ നടന്നു പോകുന്ന ഖുർആനായിരുന്നു, ജീവിക്കുന്ന ഖുർആനായിരുന്നു. ഖുർആൻ എങ്ങനെ ജീവിതത്തിൽ പകർത്താം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതൃകയാണെന്ന് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. ഏത് മേഖലയിലാണെങ്കിലും നമ്മളൊരു മകനാണെങ്കിൽ ആമിനയുടെയും അബ്ദുള്ളയുടെയും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നമുക്ക് ഉത്തമമായിട്ടുള്ള മാതൃകയുണ്ട്. നമ്മളൊരു ഭർത്താവാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിമാരായ ആയിഷ, ഖദീജ, സൗദ തുടങ്ങിയ ഭാര്യമാരുടെ നല്ല ഭർത്താവായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നമ്മളൊരു പിതാവാണെങ്കിൽ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയുടെ പിതാവിൽ നമുക്ക് ഉത്തമമായിട്ടുള്ള മാതൃകയുണ്ട്. നമ്മളൊരു കച്ചവടക്കാരനാണെങ്കിൽ ഖദീജ റളിയല്ലാഹു അൻഹയുടെ കച്ചവടക്കുമായിട്ട് ശാമിലേക്ക് പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നമുക്ക് മാതൃകയുണ്ട്. നമ്മളൊരു അധ്യാപകനാണെങ്കിൽ സഹാബാക്കളുടെ പ്രിയപ്പെട്ട അധ്യാപകനായ നിബിധങ്ങളിൽ നമുക്ക് മാതൃകയുണ്ട്. നമ്മളൊരു കുടുംബനാഥനാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നമുക്ക് മാതൃകയുണ്ട്. ഒരു നേതാവാണെങ്കിലും നമുക്ക് നിബിധങ്ങളിൽ മാതൃകയുണ്ട്. ഒരു കൂട്ടുകാരനാണെങ്കിലും നിബിധങ്ങളിൽ നമ്മൾക്ക് മാതൃകയുണ്ട്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏതൊക്കെ മേഖലകളുണ്ടോ ആ മേഖലയിലൊക്കെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ഒരു അനുധാവനം, നിബിധങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മക്കളോട് എങ്ങനെ പെരുമാറണം, ഭാര്യമാരോട് എങ്ങനെ പെരുമാറണം, കുടുംബക്കാരോട് എങ്ങനെ പെരുമാറണം, കീഴിലുള്ള ആൾക്കാരോട് എങ്ങനെ പെരുമാറണം, അന്യമതസ്ഥരോട് എങ്ങനെ പെരുമാറണം, മൃഗങ്ങളോട് എങ്ങനെ പെരുമാറണം, പ്രകൃതിയോട് എങ്ങനെ പെരുമാറണം തുടങ്ങി എല്ലാ മേഖലയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മാതൃകയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എങ്ങനെ ഒരു നല്ല മനുഷ്യനായി ജീവിക്കാം എന്ന് നമുക്ക് പഠിക്കാൻ വേണ്ടി കഴിയും. എങ്ങനെ ഒരു നല്ല മനുഷ്യനായി, നല്ല പിതാവായി, നല്ല ഭർത്താവായി, നല്ല മകനായി, നല്ല അധ്യാപകനായി, നല്ല ശിഷ്യനായി, നല്ല കച്ചവടക്കാരനായി എങ്ങനെ ജീവിക്കാം എന്നുള്ളത് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സീറയിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. രണ്ടാമത്തേത്, തങ്ങളോടുള്ള സ്നേഹം നമുക്ക് വർദ്ധിക്കും. നബിതങ്ങളെ എത്രത്തോളം നമ്മൾ അറിയുന്നുവോ അത്രത്തോളം നമുക്ക് സ്നേഹിക്കാൻ വേണ്ടി കഴിയും. നബിതങ്ങളെ എത്രത്തോളം നമ്മൾ സ്നേഹിക്കുന്നുവോ അത്രത്തോളം തങ്ങളെ ഇത്തിബാ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും. നബിതങ്ങളെ നമ്മൾ എത്രത്തോളം അറിയുന്നുവോ അത്രത്തോളം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും. എത്രത്തോളം നബിതങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നുവോ അത്രത്തോളം നബിതങ്ങളുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയുമെന്നാണ്. യമാമയിലെ പ്രസിദ്ധനായിട്ടുള്ള ഒരു വ്യാപാരിയായിരുന്നു സുമാമത്ത് ബിൻ ഉസാൽ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബിയാണ്. പക്ഷേ സഹാബിയാകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സംഭവങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ വേണ്ടി കഴിയും. തങ്ങളോട് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള, വിദ്വേഷമുള്ള ആളായിരുന്നു. ഇസ്ലാമിനെതിരെ പല രീതിയിലുള്ള ആക്രമണങ്ങളും അദ്ദേഹം അഴിച്ചുവിട്ടു. ഏതെങ്കിലും ഒരു മുസ്ലിമിനെ കണ്ടു കഴിഞ്ഞാൽ കൊന്നുകളയുന്ന പ്രവണത അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. നബി തങ്ങളെ ബുദ്ധിമുട്ടിച്ചു,
നബി തങ്ങളുടെ സഹാബാക്കളെ ബുദ്ധിമുട്ടിച്ചു, ഇസ്ലാമിലെ മുസ്ലിമീങ്ങളെ ബുദ്ധിമുട്ടിച്ചു. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായി, മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ തലവേദനയായിക്കൊണ്ട് യമാമയിലെ രാജകുമാരൻ സുമാമത്ത് ബിൻ ഉസാൽ റളിയല്ലാഹു അൻഹു മാറി. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുമാമയെ എവിടെ കണ്ടാലും നിങ്ങൾ കൊന്നുകളയണമെന്ന് സഹാബാക്കൾ ഓർഡർ കൊടുത്തു. കാരണം അത്രത്തോളം ബുദ്ധിമുട്ട് ആ സഹാബിയിലൂടെ ഉണ്ടായി. സുമാമ ഒരിക്കലും മക്കയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ചെയ്തു. മദീന വഴിയാണ് അദ്ദേഹത്തിന് മക്കയിലേക്ക് പോകേണ്ടത്. മദീനയിൽ വെച്ച് രാത്രി അദ്ദേഹം പാത്തും പതുങ്ങിയും പോകുന്ന സമയത്ത് സഹാബാക്കൾ അദ്ദേഹത്തെ പിടികൂടി മദീനത്തെ പള്ളിയിൽ ബന്ധനസ്ഥനാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു, സുമാമയോട് ചോദിച്ചു, സുമാമ എന്തുണ്ട് വിശേഷങ്ങൾ? സുമാമ പറഞ്ഞു, നബിയെ, അങ്ങനെ കൊല്ലുകയാണെങ്കിൽ അതിനുള്ള അവകാശവും അധികാരവും നിങ്ങൾക്കുണ്ട്. കാരണം അത്രയും ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ട്. എന്നാൽ എന്നെ നിങ്ങൾ വെറുതെ വിടുകയാണെങ്കിൽ എപ്പോഴും ഞാൻ നിങ്ങളോട് നന്ദിയുള്ളവരായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി ഒന്നും പറഞ്ഞില്ല. 3 ദിവസം മദീനത്തെ പള്ളിയിൽ, മദീനത്തെ തൂണിൽ സുമാമത്ത് ബിൻ ഉസാൽ റളിയല്ലാഹു അൻഹു ബന്ധനസ്ഥനായിരുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നബി തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു, അദ്ദേഹത്തോട് വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ പെരുമാറണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ദിവസവും ഒട്ടകത്തിന്റെ പാല് കറന്ന് വൈകുന്നേരം കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. നബി തങ്ങളുടെ വീട്ടിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ പാകം ചെയ്ത് കൊടുത്തു. 3 ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങളുടെ ജീവിതം കാണുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം സുമാമത്ത് ബിൻ ഉസാലിന് കൊടുത്തു. 3ാമത്തെ ദിവസവും നബി തങ്ങൾ ആദ്യത്തെ ദിവസവും 2ാമത്തെ ദിവസവും ചോദിച്ച ചോദ്യം ആവർത്തിച്ചു, സുമാമ എന്തുണ്ട് വിശേഷം? സുമാമ പറഞ്ഞു, താങ്കൾ എന്നെ കൊല്ലുകയാണെങ്കിൽ കൊല്ലാനുള്ള എല്ലാ അധികാരവും അവകാശവും നിങ്ങൾക്കുണ്ട്. വെറുതെ വിടുകയാണെങ്കിൽ ഞാൻ നന്ദിയുള്ളവരായിരിക്കും. നബി തങ്ങൾ ഒന്നും പറഞ്ഞില്ല. സുമാമയെ അഴിച്ചുവിടാൻ വേണ്ടി പറഞ്ഞു. സുമാമ റളിയല്ലാഹു അൻഹു മദീനയിലുള്ള ഒരു ഈന്തപ്പഴം തോട്ടത്തിൽ ചെന്നു. അവിടെ ചെന്ന് കുളിച്ച് ശുദ്ധിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് കലിമത്തുൽ തൗഹീദ് ഉറക്കെ പ്രഖ്യാപിച്ചു. സുമാമ മുസ്ലിമായതിനു ശേഷം അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഭൂമിയിൽ എനിക്ക് ഏറ്റവും വെറുക്കപ്പെട്ടിട്ടുള്ള മുഖം അങ്ങയുടെ മുഖമായിരുന്നു. ഞാൻ അങ്ങനെയായിരുന്നു ഏറ്റവും കൂടുതൽ വെറുത്തിരുന്നത്. കാരണം വിദൂരതയിൽ നിന്നുമാണ് ഞാൻ അങ്ങയെ കണ്ടത്, അങ്ങയെ ഞാൻ മനസ്സിലാക്കിയത്. നേരിട്ട് അങ്ങയെ കാണാനുള്ള ഒരു അവസരം ലഭിച്ചപ്പോൾ ഇന്നെന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അങ്ങയുടെ മുഖമാണ് എന്ന് നബി തങ്ങളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് സുമാമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന മതം, ആദർശം എന്ന് പറയുന്നത് ഇസ്ലാമായിരുന്നു. പക്ഷേ ആ ഇസ്ലാം എങ്ങനെയാണ് എന്ന് അങ്ങയോടൊപ്പം ജീവിക്കുന്ന സഹാബാക്കളിൽ നിന്നും പഠിക്കുവാൻ, കാണുവാൻ, നേരിട്ടറിയുവാൻ എനിക്ക് സാധിച്ചപ്പോൾ ഇന്നെന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, പ്രിയപ്പെടുന്നത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള മതമാണ് എന്ന് സുമാമ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. വിദൂരതയിൽ നിന്നുമാണ് പലപ്പോഴും നമ്മളിൽ പലരും ഇസ്ലാമിനെ കാണുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുന്നത്. എന്നാൽ തങ്ങളെ അടുത്തറിയുന്ന സമയത്ത്, തങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും പ്രിയങ്കരമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് മാറും. നമ്മൾ പലപ്പോഴും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അനുകരണം ഏറ്റവും കൂടുതലുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അനുകരിക്കാൻ പെട്ടെന്ന് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ മക്കളെ നമ്മൾ കണ്ടിട്ടില്ലേ, ചെറുതിൽ നമ്മളെ അനുകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മക്കൾ ശ്രമിക്കും. കാരണം മക്കൾക്ക് ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടത് നമ്മളാണ്. നമ്മൾ നടക്കുന്നത് പോലെ നടക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. നമ്മൾ ഓടുന്നത് പോലെ ഓടാൻ വേണ്ടി അവർ ശ്രമിക്കും. നമ്മൾ വസ്ത്രം ധരിക്കുന്നത് പോലെ ധരിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. നമ്മുടെ കണ്ണടകൾ അവർ ധരിക്കും. നമ്മൾ പത്രം പിടിക്കുന്നത് പോലെ പത്രം പിടിക്കാൻ നമ്മുടെ മക്കൾ ശ്രമിക്കും. കുറച്ച് വലുതായി കഴിഞ്ഞാൽ അവരുടെ ചുറ്റും ജീവിക്കുന്ന പലരും അവരുടെ റോൾ മോഡലുകളായിട്ട് മാറും. അവർ മുടി വെട്ടിയതുപോലെ, അവർ വസ്ത്രം ധരിക്കുന്നത് പോലെ, അവർ നടക്കുന്നത് പോലെ, അവർ ജീവിക്കുന്നത് പോലെ ജീവിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും കാണുന്നതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എന്നാൽ അനുകരിക്കാൻ പറ്റിയ ഏറ്റവും മഹത്തായ വ്യക്തിത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്നുള്ള പാഠം നമ്മളും നമ്മുടെ മക്കളും നമുക്ക് മറന്നുപോയത് കാരണമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞുപോയി. തങ്ങളോടുള്ള അനുകരണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയി. തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുധാവനം ചെയ്യുന്ന, ഇത്തിബാഅ് ചെയ്യുന്ന ഒരു പ്രകൃതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിപ്പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമുക്ക് അനുധാവനം ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും മഹത്തായിട്ടുള്ള റോൾ മോഡലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുന്നത്. തങ്ങളുടെ സീറത്ത് പഠിച്ചു കഴിഞ്ഞാൽ, തങ്ങളുടെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ തങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കും. മാത്രമല്ല, മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം, പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം നമ്മൾ നിർബന്ധമായിട്ടും അറിയണം. തങ്ങളുടെ ജീവിതത്തെ കുറിച്ച് അറിയണം. നബി തങ്ങളുടെ ജീവിതം അറിയാത്ത ഒരാൾക്ക് പരിശുദ്ധ ഖുർആനിന്റെ വെളിച്ചം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. സൂറത്തുൽ ഫത്ഹ് നമുക്കറിയാലോ, ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന. സൂറത്തുൽ ഫത്ഹിൽ അടങ്ങിയിട്ടുള്ള
കൂടിയിട്ടുള്ള ഒരു വെളിച്ചമുണ്ട്. സൂറത്തുൽ ഫത്ഹ നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം നമുക്ക് മനസ്സിലാകണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഹുദൈബിയ സന്ധി എന്തായിരുന്നു എന്ന് നമ്മൾ അറിയണം. ഹുദൈബിയ സന്ധി അറിയാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സൂറത്തുൽ ഫത്ഹ എത്ര പാരായണം ചെയ്തിട്ടും അതിന്റെ വെളിച്ചം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ലഭിക്കില്ല. അല്ലെങ്കിൽ സൂറത്തുൽ ഫത്ഹ എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ല. പരിശുദ്ധ ഖുർആൻ നമ്മൾ അറിയണമെങ്കിൽ, പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവചരിത്രം അറിയൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നാലാമതായിട്ട് തങ്ങളുടെ ജീവചരിത്രം പഠിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുണ്ടാകും. പ്രതീക്ഷ അസ്തമിക്കാതെ തളരാതെ ജീവിക്കാനുള്ള ഒരു ധൈര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവചരിത്രത്തിൽ കൂടി നമുക്ക് കിട്ടുന്നതാണ്. തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ അനുഭവിക്കാത്ത വിഷമങ്ങളില്ലല്ലോ, തങ്ങൾ കടന്നു പോകാത്ത പ്രയാസങ്ങളില്ലല്ലോ, തങ്ങൾ അനുഭവിക്കാത്ത വേദനകളില്ലല്ലോ. മക്കളെ നഷ്ടപ്പെട്ടതിൽ വേദനിക്കുകയാണെങ്കിൽ ജീവിതകാലത്ത് സ്വന്തം മക്കളെ ഒരു മകളെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും സ്വന്തം ജീവിതകാലത്ത് ഖബറിലേക്ക് എടുത്തു വെച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവചരിത്രം നമ്മൾ പഠിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ മക്കൾ നഷ്ടപ്പെട്ടിട്ടുള്ള നമ്മുടെ വേദന മറികടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും. ഭാര്യമാരെ നഷ്ടപ്പെട്ട വേദനയാണെങ്കിൽ ജീവിതകാലത്ത് ഭാര്യമാരെ നഷ്ടപ്പെട്ട നിബിധങ്ങൾ എങ്ങനെ ജീവിച്ചു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും. കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ, സഹചാരികൾ, ബന്ധുമിത്രാദികൾ നഷ്ടപ്പെട്ടതിന്റെ വേദനയാണെങ്കിൽ കൂട്ടത്തിലുള്ള സഹാബാക്കൾ കൺമുന്നിൽ വെച്ചിട്ട് ക്രൂരമായിട്ട് കൊല ചെയ്യപ്പെടുന്നതിന് സാക്ഷിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നമുക്ക് പ്രതീക്ഷയാണ്. ഇത് നാട്ടുകാരാലും വീട്ടുകാരാലും ബഹിഷ്കരിക്കപ്പെട്ടിട്ട് എല്ലാവരും വെറുക്കപ്പെട്ടിട്ട് നാട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരാളാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെയും എപ്രകാരമാണ് മറികടന്നത് എന്ന് സീറത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ചുരുക്കത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന മുഴുവൻ പ്രയാസങ്ങളും പ്രതിസന്ധികളും എങ്ങനെ മറികടക്കണമെന്നും ജീവിതത്തിൽ എത്രത്തോളം പ്രതീക്ഷയോടുകൂടി ജീവിക്കണമെന്നുമുള്ളതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നമുക്ക് മാതൃകയുണ്ട്. ആ സീറയിലൂടെ നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. മറ്റൊന്ന്, സഹാബാക്കളെ കുറിച്ചറിയാൻ, ഈ ലോകത്ത് കഴിഞ്ഞുപോയിട്ടുള്ള ഏറ്റവും ഉത്കൃഷ്ടരായ മനുഷ്യരെ കുറിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. സഹാബാക്കളെ കുറിച്ചുള്ള ജീവചരിത്രം നമ്മൾ അറിയുന്നത്, സഹാബാക്കളുടെ ജീവിതം നമ്മൾ മനസ്സിലാക്കുന്നത്, സഹാബാക്കൾ എന്ന് പറയുന്ന നക്ഷത്ര തുല്യരായിട്ടുള്ള ജീവിതം നമുക്ക് പഠിക്കാൻ വേണ്ടി കഴിയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവചരിത്രം പഠിക്കുമ്പോഴാണ്. മറ്റൊന്ന്, ഓരോന്നും വിശദീകരിച്ചു പറയേണ്ടതാണ്, ഞാൻ ചുരുക്കുകയാണ്. മറ്റൊന്ന് നമുക്ക് ലഭിക്കുന്നത് നിബിധങ്ങളോടുള്ള വെറുപ്പ് കാരണം, നിബിധങ്ങളോടുള്ള ദേഷ്യം കാരണം, നിബിധങ്ങളെ കൃത്യമായിട്ട് അറിയാത്തത് കാരണം ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയുന്നത്. ആ വിമർശനങ്ങൾക്കുള്ള മറുപടികൾ നമുക്ക് ലഭിക്കണമെങ്കിൽ സീറയുടെ പഠനം വളരെ പ്രധാനപ്പെട്ടതാണ്. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തെക്കുറിച്ചുള്ള പഠനം വളരെ പ്രധാനപ്പെട്ടതാണ്. വിമർശനങ്ങൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ ആ കേട്ടത് കാരണമായിട്ട് നമ്മുടെ മനസ്സ് വേദനിച്ച് ചരിത്രം പഠിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മുടെ വീട്ടിലുള്ള ഉപ്പയെക്കുറിച്ച്, ഉമ്മയെക്കുറിച്ച്, നമ്മുടെ സഹോദരിമാരെ കുറിച്ചോ മക്കളെ കുറിച്ചോ ഒരാള് നടുറോട്ടിൽ നിന്നുകൊണ്ട് മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? അവരെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ആ നാട്ടുകാർ പറയുന്നതൊന്നും സത്യമല്ല എന്ന് നമുക്കറിയാം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുമ്പോൾ എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കാനുള്ള ശ്രമം എപ്പോഴെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. വൈകാരികമായിട്ടല്ല, വിവേകത്തോടുകൂടി ആ ചരിത്രത്തെ അല്ലെങ്കിൽ ആ ഒരു വിമർശനത്തെ നേരിടാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. അങ്ങനെ കഴിയണമെങ്കിൽ സീറത്തിന്റെ പഠനം, ചരിത്രത്തിന്റെ പഠനം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള 7 ബാധ്യതകളിൽ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തങ്ങളുടെ ചരിത്രം പഠിക്കുക എന്നുള്ളതാണ്. തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവചരിത്രം അറിയുക എന്നുള്ളതാണ് നമ്മുടെ പഠിക്കണം. നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ, നമ്മൾ പഠിക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ നല്ല ദാസന്മാരായിക്കൊണ്ട്, ഇഷ്ടപ്പെട്ട ദാസന്മാരായിക്കൊണ്ട് ജീവിതത്തെ എങ്ങനെ നേരിടാമെന്ന് കൃത്യമായിട്ടുള്ള ചിത്രം നമുക്ക് ലഭിക്കും. ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ അത് നമുക്ക് കാരണമായി തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടുതൽ അടുത്തറിയാനുള്ള തൗഫീഖ് നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച്, നമ്മുടെ ജീവിതത്തെ കുറിച്ച് കൂടുതലായിട്ട് അറിയുവാനും നമ്മുടെ കുടുംബങ്ങളിലും മക്കളിലുമൊക്കെ അതിന്റെ പഠനങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുമുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിബിധങ്ങളുടെ ഹൗദുൽ കൗസർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ഹൗദുൽ കൗസർ നേടിയെടുക്കുന്ന സത്യവിശ്വാസികളെ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. സ്വർഗം നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവരെയും സന്തോഷിപ്പിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദിസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ്
ولم يكن له كفوا أحد. صلى الله وسلم على خير خلقه الأبر وعلى آله وأصحابه الفائزين برضا الله. أما بعد، أيها الناس اتقوا الله حيث قال: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله الكريم المعبود، وأشهد أن لا إله إلا الله الرحيم المحمود، وأشهد أن محمدا عبده ورسوله أشرف مولود، صلى الله وسلم على خير خلقه ما سبح ملك في السجود. أيها الناس اتقوا الله حق تقاته وبادروا إلى أداء المفترضات، واعلموا أن الله سبحانه وتعالى أمركم بأمر بدأ فيه بنفسه وثنى بملائكته المسبحة بقدسه وثلث بكم أيها المؤمنون من بريته. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم على رسولك سيدنا محمد الذي سبح بين يديه الحصى ونبع من بين أصابعه الماء. اللهم ارض عن الخلفاء الراشدين أمير المؤمنين أبي بكر الصديق. اللهم ارض عن معظم في الأصحاب أمير المؤمنين عمر بن الخطاب. اللهم ارض عن سيد الأختان أمير المؤمنين عثمان بن عفان. اللهم ارض عن مظهر العجائب أمير المؤمنين علي بن أبي طالب. اللهم ارض عن عمي نبيك حمزة والعباس وعن بقية أصحاب رسولك أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تشف خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المأوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ولذكر الله أكبر والله يعلم ما تصنعون.